ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്നത് സുഹൃത്തുക്കളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ്. ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക. നമസ്കാരം, ബിഗിസ് ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നാളെ നടക്കാൻ പോകുന്ന വാട്ടർ അതോറിറ്റി ലാബ് അസിസ്റ്റന്റിന്റെ MLT മേഖലയിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. സുഹൃത്തുക്കൾ ശ്രദ്ധിച്ച് പഠിക്കേണ്ട മേഖലയാണ്. 50 മാർക്കിന് നമുക്ക് MLT മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് വാട്ടർ അതോറിറ്റിയിലെ ലാബ് അസിസ്റ്റന്റ് പോലുള്ള പരീക്ഷകളിൽ ഈ 50 മാർക്കിൽ നമുക്കൊരു 30 മാർക്കോളം സേവ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് റാങ്ക് ലിസ്റ്റ് വരാൻ കഴിയും. കാരണം കഴിഞ്ഞ വർഷത്തെ നമ്മുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 40 മാർക്കായിരുന്നു. അതുകൊണ്ട് സുഹൃത്തുക്കൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നല്ലൊരു വൈറ്റ് കോളർ ജോബാണ് ഈ വാട്ടർ അതോറിറ്റിയിലെ ലാബ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. നല്ല സാലറി ഉള്ള ഒരു ജോലി കൂടിയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കൾ എല്ലാവരും എഴുതാൻ ശ്രമിക്കുക. നമുക്ക് നോക്കാം വാട്ടർ അതോറിറ്റിയിലെ ലാബ് അസിസ്റ്റന്റിന്റെ MLTയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ബാക്കിയുള്ള ക്ലാസ് സയൻസ് മേഖലയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഉടൻ തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്ന് സുഹൃത്തുക്കളെ ഒരു ലാസ്റ്റ് ടൈം സ്റ്റഡി എന്ന രീതിയിൽ നമുക്ക് നോക്കാം ലാബ് അസിസ്റ്റന്റിന്റെ MLTയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ്. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം, സെൽ വാൾ ഡെഫിഷ്യന്റ് ബാക്ടീരിയ ഹാസ് നോ ഡെഫിനിറ്റ് ഷേപ്പ്. ദേ ആർ നോൺ ആസ്, അതായത് കൃത്യമായിട്ട് ഒരു ഷേപ്പ് ഇല്ലാത്ത അല്ലെങ്കിൽ കൃത്യമായിട്ടൊരു ആകൃതി ഇല്ലാത്ത ഡെഫിഷ്യന്റ് ആയിട്ടുള്ള സെൽവാളുള്ള ബാക്ടീരിയ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ശരിയായ ഉത്തരം ഏതാ സുഹൃത്തുക്കളെ? ഓപ്ഷൻ ബി മൈക്കോപ്ലാസ്മയാണ് കേട്ടോ. ഏതാണ്? മൈക്കോപ്ലാസ്മയാണ്. ഏതാണ്? മൈക്കോപ്ലാസ്മയാണ്. പഠിക്കുക. നമ്മുടെ രണ്ടാമത്തെ ചോദ്യം, ക്രിയാറ്റിൻ ഈസ് എ കെമിക്കൽ കോമ്പൗണ്ട് വിച്ച് ഈസ് സിന്തസൈസ്ഡ് ഇൻ ഹ്യൂമൻ ബോഡി. അതായത് ക്രിയാറ്റിൻ എന്ന് പറയുന്ന കെമിക്കൽ കോമ്പൗണ്ട് നമ്മുടെ മനുഷ്യ ശരീരത്തിൽ സിന്തസിസ് ചെയ്യുന്ന ഭാഗം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഏത് അവയവത്തിലാണ് നമ്മുടെ ക്രിയാറ്റിൻ എന്ന് പറയുന്ന കെമിക്കൽ സിന്തസൈസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഉത്തരം PSCയുടേത് ലിവർ എന്നാണ്. ലിവർ മാത്രമല്ല, അതിനോടൊപ്പം തന്നെ കിഡ്നിയും അതിനോടൊപ്പം തന്നെ പാൻക്രിയാസും വരുന്നുണ്ട് കേട്ടോ. പാൻക്രിയാസ്, കിഡ്നി, അതുപോലെ തന്നെ ലിവർ, ഇങ്ങനെ 3 പേരാണ് ക്രിയാറ്റിൻ മെയിൻ ആയിട്ട് സിന്തസിസ് ചെയ്യുന്ന ഹ്യൂമൻ ഓർഗൻസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഹ്യൂമൻ ഭാഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. അപ്പോ ക്രിയാറ്റിൻ ഈസ് എ കെമിക്കൽ കോമ്പൗണ്ട് വിച്ച് സിന്തസൈസ്ഡ് ഇൻ ഹ്യൂമൻ ബോഡി ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ PSCയുടെ ഉത്തരം ലിവർ ആണ്. അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു ഉത്തരം ഉണ്ടായതാണ് കിഡ്നിയാണ്. ലിവറും കിഡ്നിയും പാൻക്രിയാസുമാണ് പ്രധാനമായിട്ടും ഈ ക്രിയാറ്റിൻ സിന്തസിസ് ചെയ്യുന്നത്. നമ്മുടെ മൂന്നാമത്തെ ചോദ്യം, ഗ്രേവ്സ് ഡിസീസ് ഈസ് ആൻ എൻഡോക്രൈൻ ഡിസോർഡർ കേസ്ഡ് ബൈ. അതായത് ഗ്രേവ്സ് ഡിസീസ് എന്നറിയപ്പെടുന്ന എൻഡോക്രൈൻ ഡിസോർഡറിന് കാരണം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ഹൈപ്പർ തൈറോയിഡിസം ആണ്. എന്താണ്? ഓപ്ഷൻ എ ഹൈപ്പർ തൈറോയിഡിസം ആണ്. അല്ലെ സുഹൃത്തുക്കളെ? ഗ്രേവ്സ് ഡിസീസ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഹൈപ്പർ തൈറോയിഡിസം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഗ്രേവ്സ് ഡിസീസ് എന്ന് പറയുന്നത്. അപ്പൊ PSC ഇവിടെ ചോദിച്ചപ്പോ ഒന്ന് വലിച്ചു നീട്ടി ചോദിച്ചതേ ഉള്ളൂ. ഗ്രേവ്സ് ഡിസീസ് ഈസ് ആൻ എൻഡോക്രൈൻ ഡിസോർഡർ കേസ്ഡ് ബൈ എന്താണ്? ഹൈപ്പർ തൈറോയിഡിസം ആണ്. ബ്ലാക്ക് വാട്ടർ ഫീവർ ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ ഇൻഫെക്ഷൻ ഓഫ് ഡാഷ് എന്നാണ് PSC ചോദിച്ചിരിക്കുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി പ്ലാസ്മോഡിയം ഫാൽസിപാരമാണ് കേട്ടോ. അതായത് ബ്ലാക്ക് വാട്ടർ ഫീവർ എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ മലമ്പനി എന്ന് വിളിക്കുന്ന രോഗത്തിന് കാരണമായിട്ടുള്ള രോഗകാരി ഏതെന്നാണ് PSC ചോദിച്ചത്. ഉത്തരം എന്താണ്? പ്ലാസ്മോഡിയം ഫാസിൽപാരമാണ്. പ്ലാസ്മോഡിയം ഫാസിൽപാരമാണ്. ഇത് നമ്മുടെ ഏതൊരു PSC എക്സാമിനും ചോദിക്കുന്ന ചോദ്യമാണ്. പഠിക്കുക. നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം, സെലക്ട് ദ സിറം കൊളസ്ട്രോൾ എസ്റ്റിമേഷൻ മെത്തേഡ്. സെലക്ട് ദ സിറം കൊളസ്ട്രോൾ എസ്റ്റിമേഷൻ മെത്തേഡ്. സിറം കൊളസ്ട്രോൾ എസ്റ്റിമേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡിലുള്ള ടോട്ടൽ കൊളസ്ട്രോൾ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് ഏത് എന്നാണ് PSC ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ശരിയായ ഉത്തരം ഏതാ സുഹൃത്തുക്കളെ? ലൈബർമാൻ ബുച്ചാർഡ് മെത്തേഡ് ആണ്. ലൈബർമാൻ ബുച്ചാർഡ് മെത്തേഡ് ഉപയോഗിച്ചാണ് നമ്മുടെ രക്തത്തിലുള്ള സിറം കൊളസ്ട്രോളിന്റെ എസ്റ്റിമേഷൻ ചെയ്യുന്നത്. അതായത് നമ്മുടെ രക്തത്തിലുള്ള ടോട്ടൽ കൊളസ്ട്രോൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെക്ക് ചെയ്യില്ല സുഹൃത്തുക്കളെ, അത് എന്ത് ടെസ്റ്റിലൂടെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ലൈബർമാൻ ബുച്ചാർഡ് മെത്തേഡിലൂടെയാണ്. എന്താണ്? ലൈബർമാൻ ബുച്ചാർഡ് മെത്തേഡിലൂടെയാണ്. പഠിക്കുക. നമ്മുടെ ആറാമത്തെ ചോദ്യമാണ്, സ്റ്റഡി ഓഫ് ഫംഗസ്. ഫംഗസുകളെ കുറിച്ചുള്ള പഠനം എന്താ സുഹൃത്തുക്കളെ അറിയപ്പെടുന്ന പേര്? നമുക്ക് എല്ലാവർക്കും അറിയാം. ഓപ്ഷൻ എ എന്താണ്? മൈക്കോളജി. മൈക്കോളജിയാണ് സ്റ്റഡി ഓഫ് ഫംഗസ്. സ്റ്റഡി ഓഫ് ഫംഗസിനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരാണ് മൈക്കോളജി. പഠിക്കുക. ബൈൽ പ്രധാനമായിട്ടും കാണണമെങ്കിൽ അത് എവിടെയായിരിക്കണം? നമ്മുടെ ഏഴാമത്തെ ചോദ്യം, ദ ഫോളോയിങ് എഗ്സ് ആർ ബൈൽ സ്റ്റെയിൻഡ് എക്സെപ്റ്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ദ ഫോളോയിങ് എഗ്സ് ആർ ബൈൽ സ്റ്റെയിൻഡ് എക്സെപ്റ്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അതായത് ഇത്രയേ ഉള്ളൂ.
ഇവിടെ പെടുത്തിരിക്കുന്ന ഈ സൂക്ഷ്മജീവികളുടെ മുട്ടകളിൽ ബൈലിന്റെ അംശം കാണാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബൈലിന്റെ അംശം കാണാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ഹൂക്ക് വേമാണ് കേട്ടോ. കറക്റ്റ് ആൻസർ. ഹൂക്ക് വേമിന്റെ മുട്ടയിൽ എന്ത് കാണത്തില്ല? ബൈലിന്റെ അംശം കാണത്തില്ല കേട്ടോ. അപ്പോ ദ ഫോളോയിങ് എക്സ് ആർ ബൈൽ സ്റ്റെയിൻഡ് എക്സെപ്റ്റ് ആരാണ്? അത് ഹൂക്ക് വേമാണ് കേട്ടോ. ഏതാണ്? ഹൂക്ക് വേമിന്റെ മുട്ടയിലാണ്. പഠിക്കുക. അടുത്ത ചോദ്യം, യൂറിൻ ക്രിസ്റ്റൽ ഷോസ് എൻവലപ്ഡ് അപ്പിയറൻസ്. യൂറിൻ ക്രിസ്റ്റൽ ഷോസ് എൻവലപ്പ് അപ്പിയറൻസ്, അതായത് യൂറിനിൽ കാണപ്പെടുന്ന ക്രിസ്റ്റൽ രൂപത്തിലുള്ള അപ്പിയറൻസ് അല്ലെങ്കിൽ സാധനം എന്താണെന്നാണ് PSC ചോദിച്ചിരിക്കുന്നത്. പഠിക്കുക. ശരിയായ ഉത്തരം എന്താണ്? ഓപ്ഷൻ സി കാൽസ്യം ഓക്സലേറ്റ് അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ വൃക്കയിലെ കല്ല് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന യൂറിനറി ബ്ലാഡർ, നമ്മുടെ മൂത്രാശയത്തിലെ കല്ല് എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? കാൽസ്യം ഓക്സലേറ്റ് ആണ്. അപ്പോൾ ഈ കാൽസ്യം ഓക്സലേറ്റിന്റെ അളവ് നമ്മുടെ യൂറിനിൽ കൂടുന്ന സമയത്ത് നമ്മുടെ യൂറിൽ എന്ത് ചെയ്യും? ക്രിസ്റ്റൽ ഫോർമേഷൻ ഉണ്ടാകും. മൈക്രോസ്കോപ്പിലൂടെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. കണ്ടോ സുഹൃത്തുക്കളെ? മൈക്രോസ്കോപ്പിലൂടെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. പക്ഷെ അതിലൂടെ നോക്കിക്കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ യൂറിലെ ക്രിസ്റ്റൽ ഫോർമേഷൻ കാണാൻ കഴിയും. ഈ ക്രിസ്റ്റലുകൾ എന്താ സുഹൃത്തുക്കളെ? കാൽഷ്യം ഓക്സലേറ്റ് ആണ്. എന്താണ്? കാൽഷ്യം ഓക്സലേറ്റ് ആണ്. പഠിക്കുക. നമ്മുടെ 9ാമത്തെ ചോദ്യം, ഇൻ വിച്ച് പാരസിറ്റിക് ഇൻഫെക്ഷൻ DEC പ്രൊവക്കേഷൻ ടെസ്റ്റ് ഈസ് യൂസ്ഡ്. അതായത് താഴെ പറയുന്ന ഏത് പാരസൈറ്റിക് ഇൻഫെക്ഷൻ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് DEC പ്രൊവക്കേഷൻ ടെസ്റ്റ് ചെയ്യുന്നതെന്നാണ്. ഇതിൽ DEC പ്രൊവക്കേഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിൽ DEC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സുഹൃത്തുക്കളെ? അത് അറിയപ്പെടുന്ന പേരാണ്. DEC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഡൈ ഈഥൈൽ കാർബമസീൻ എന്നാണ് കേട്ടോ ഇതിന്റെ പേര്. ഡൈ ഈഥൈൽ കാർബമസീൻ എന്ന് പറയുന്ന ഒരു പ്രൊവോക്കേഷൻ ടെസ്റ്റ് നമ്മൾ ചെയ്യാറുണ്ട്. ഇത് എന്തിനാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുഹൃത്തുക്കൾ പഠിക്കുക. വുൾക്കേറിയ ബാൻക്രോഫ്റ്റി ആണ് കേട്ടോ. എന്താണ്? വുൾക്കേറിയ ബാൻക്രോഫ്റ്റി എന്ന് പറയുന്ന രോഗത്തിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ആ പാരസൈറ്റൽ ഇൻഫെക്ഷൻ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് DEC എന്ന് പറയുന്ന ടെസ്റ്റ് ഉപയോഗിക്കുന്നത്. ഇനി ഈ DEC ടെസ്റ്റ് എന്തെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല സുഹൃത്തുക്കളെ, ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഡൈ ഈഥൈൽ കാർബമീൻ ടെസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. ഡൈ ഈഥൈൽ കാർബമീൻ ടെസ്റ്റിനെയാണ് നമ്മൾ DEC ടെസ്റ്റ് എന്ന പേരിൽ അറിയുന്നത്, അല്ലെങ്കിൽ DEC പ്രൊവോക്കേഷൻ ടെസ്റ്റ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഇനി വോൾക്കേറിയ ബാൻക്രോഫ്റ്റി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ സാധാരണ ഫൈലേറിയൻ വിര ഇല്ലേ സുഹൃത്തുക്കളെ? ആ ഫൈലേറിയൻ വിരയുടെ കുടുംബത്തിൽ വരുന്ന ഒരാളാണ് ഈ വോൾക്കേറിയ ബാൻക്രോഫ്റ്റി എന്ന് പറഞ്ഞ കേട്ടോ. അതുകൂടെ ഒന്ന് പഠിച്ചേക്കുക. വോൾക്കേറിയ ബാൻക്രോഫ്റ്റി ഏതിന്റെ ഭാഗമാണ്? ഫൈലേറിയൻ വിരയുടെ കുടുംബക്കാരാണ് കേട്ടോ. ഫൈലേറിയൻ വിരയിലെ ഒരു കുടുംബക്കാരനാണ് വോൾക്കേറിയ ബാൻക്രോഫ്റ്റി എന്ന് പറയുന്നത്. പഠിക്കുക. 10ാമത്തെ ചോദ്യം, യൂസ് ഓഫ് ക്രയോസ്റ്റാറ്റ് ഇൻ ഹിസ്റ്റോപാത്തോളജി. അതായത് ഹിസ്റ്റോപാത്തോളജിയില് ക്രയോസ്റ്റാറ്റ് എന്ന് പറയുന്ന ഉപകരണം ഉപയോഗിക്കുന്നത് എന്തിനാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ക്രയോസ്റ്റാറ്റ് എന്ന് പറയുന്ന ഉപകരണം. സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക. യൂസ് ഓഫ് ക്രയോസ്റ്റാറ്റ് ഇൻ ഹിസ്റ്റോപാത്തോളജി. എന്താ സുഹൃത്തുക്കളെ ഹിസ്റ്റോപാത്തോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ഹിസ്റ്റോപാത്തോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ശരീരത്തിലുള്ള കലകളെ കുറിച്ചുള്ള, അല്ലെങ്കിൽ കലകൾക്കുണ്ടാകുന്ന രോഗങ്ങൾ, അല്ലെങ്കിൽ പേശികൾക്കുണ്ടാകുന്ന രോഗങ്ങളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരാണ് ഹിസ്റ്റോപാത്തോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പോൾ ഈ ഹിസ്റ്റോപാത്തോളജി മേഖലയിൽ എന്തിനാണ് ക്രയോസ്റ്റാറ്റ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുഹൃത്തുക്കളെ നമുക്കറിയാം, ക്രയോജെനിസിസ് എന്ന് പറഞ്ഞാൽ എന്താ സുഹൃത്തുക്കളെ? താഴ്ന്ന താപനിലയെ കുറിച്ചുള്ള പഠനം അല്ലേ? താഴ്ന്ന താപനിലയെ കുറിച്ചുള്ള പഠനം നമ്മൾ അറിയപ്പെടുന്ന പേരാണ് ക്രയോജനിക്സ് എന്ന് പറയുന്നത്. അപ്പോ ക്രയോസ്റ്റാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പഠിച്ചുകൊള്ളുക, ഇത് താഴ്ന്ന താപനിലയിൽ എന്തുമായോ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു മെഷീൻ അല്ലെങ്കിൽ ഒരു ഡിവൈസ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടുത്തെ ശരിയായ ഉത്തരം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കട്ടിംഗ് ഫ്രോസൺ ടിഷ്യൂ ആണ്. അതായത് തണുത്തുറഞ്ഞിരിക്കുന്ന നമ്മുടെ കല മുറിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക ഉപകരണം അറിയപ്പെടുന്ന പേരാണ് ക്രയോസ്റ്റാറ്റ് എന്ന് പറയുന്നത്. ഇത് എവിടെയാ ഉപയോഗിക്കുന്നത്? ഹിസ്റ്റോപാത്തോളജിയിലാണ് ഉപയോഗിക്കുന്നത്. പഠിക്കുക. അപ്പോൾ ക്രയോസ്റ്റാറ്റ് എന്ന് പറയുന്നത് എന്തിനാ ഉപയോഗിക്കുന്നത്? കട്ടിംഗ് ഫ്രോസൺ ടിഷ്യൂസ്, നല്ലപോലെ തണുത്തുറഞ്ഞിട്ടുള്ള നമ്മുടെ ടിഷ്യൂസ് കട്ട് ചെയ്ത്, അല്ലെങ്കിൽ കലകള് അല്ലെങ്കിൽ പേശികളൊക്കെ മുറിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്രയോസ്റ്റാറ്റ് ഉപയോഗിക്കുന്നത്. പഠിക്കുക. ടൈപ്പ് ഓഫ് RH ആന്റിബോഡി. താഴെ പറയുന്നതിൽ RH ആന്റിബോഡി ടൈപ്പ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ ഉത്തരം IgG ആണ് കേട്ടോ. IgG ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അപ്പോൾ ടൈപ്പ് ഓഫ് RH ആന്റിബോഡി എന്ന് ചോദിച്ചാൽ അത് IgG ആണ്. അടുത്ത ചോദ്യം, അണ്ടർ ദ ഐഡിയൽ കണ്ടീഷൻ ബ്ലഡ് കളക്ഷൻ ഇൻ CPDA ക്യാൻ ബി സ്റ്റോർഡ് ഇൻ. അതായത് അണ്ടർ ദ ഐഡിയൽ കണ്ടീഷൻ, അതായത് ഐഡിയൽ ആയിട്ട് ഒരു കണ്ടീഷൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ ബ്ലഡ് കളക്ഷൻ ഇൻ CPDA എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല, അതിനെ പറയുന്ന പേരാണ് സിട്രേറ്റ് ഫോസ്ഫേറ്റ് ഡെസ്ട്രോ സൊല്യൂഷൻ എന്നാണ് കേട്ടോ. സിട്രേറ്റ് ഫോസ്ഫേറ്റ്
ഡെസ് ഡോട്ട് സൊല്യൂഷൻ അതിനോടൊപ്പം എന്തും കൂടെ ചേർത്ത് കൊടുക്കുന്നതേ ഉള്ളൂ, നമ്മുടെ അഡിനും കൂടെ ചേർത്ത് കിട്ടുന്ന ഒരു സൊല്യൂഷൻ ആണ്. ഇത് എത്ര ദിവസമാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ ഉത്തരം എത്രയാണ്? 35 ദിവസം വരെയാണ് നമുക്ക് ഇവനെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഐഡിയൽ കണ്ടീഷനകത്ത് ബ്ലഡ് കളക്ഷൻ ഇൻ CPDA ക്യാൻ ബി സ്റ്റോർഡ് ഇൻ 35 ഡേയ്സ് ആണ് കേട്ടോ. എത്രയാണ്? 35 ദിവസം വരെ ഈ രീതിയിൽ നമുക്ക് ബ്ലഡ് സ്റ്റോർ ചെയ്ത് വെക്കുവാൻ കഴിയും. പഠിക്കുക. 13ാമത്തെ ചോദ്യം, നെയിം ഓഫ് ദ ഇൻസ്ട്രുമെന്റ് ടു മെഷർ സോഡിയം ആൻഡ് പൊട്ടാസ്യം. സോഡിയത്തിന്റെയും പൊട്ടാസ്യത്തിന്റെയും അളവ് കണ്ടെത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണം താഴെ പറയുന്നതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഫ്ലെയിം ഫോട്ടോമീറ്റർ ആണ് കേട്ടോ. ഫ്ലെയിം ഫോട്ടോമീറ്റർ ഇതാണ് കേട്ടോ സാധനം. ഫ്ലെയിം ഫോട്ടോമീറ്റർ ആണ്. നമുക്കറിയാം ഈ സോഡിയവും പൊട്ടാസ്യവും ഒക്കെ തീ പിടിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അവ പല രീതിയിലുള്ള ഫ്ലെയിംസ് ആണ് പുറത്തുവിടുന്നത്. അത് അനലൈസ് ചെയ്തുകൊണ്ട് എന്തുമാത്രം എമൗണ്ട് ഓഫ് സോഡിയവും പൊട്ടാസ്യവും ഉണ്ട് എന്ന് കണ്ടുപിടിക്കുന്ന ഒരു മെക്കാനിസം ആണ് ഈ ഫ്ലെയിം ഫോട്ടോമീറ്റർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഫ്ലെയിം ഫോട്ടോമീറ്റർ ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. എന്തിനാ ഉപയോഗിക്കുന്നത്? സോഡിയത്തിന്റെയും പൊട്ടാസ്യത്തിന്റെയും അളവ് കണ്ടെത്താൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇതിൽ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടാസ്യം ആണ്, നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. അപ്പോൾ ഫ്ലെയിം ഫോട്ടോമീറ്റർ എന്തിനാ ഉപയോഗിക്കുന്നത്? സോഡിയത്തിന്റെയും പൊട്ടാസ്യത്തിന്റെയും അളവ് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ്. പഠിക്കുക. 14ാമത്തെ ചോദ്യം, കൾച്ചറൽ മീഡിയ ഫോർ ഫംഗസ്. ഫംഗസിന്റെ കൾച്ചറൽ മീഡിയ ആയിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നത് ഏതെന്നാണ് PSC ചോദിക്കുന്നത്. ശരിയായ ഉത്തരം SDA ആണ് കേട്ടോ. കൾച്ചറൽ മീഡിയ ഫോർ ഫംഗസ്. ഫംഗസിനെ വളർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കൾച്ചറൽ മീഡിയ എന്ന് ചോദിച്ചാൽ അത് SDA ആണ്. ഏതാണ്? SDA ആണ്. പഠിക്കുക. 15ാമത്തെ ചോദ്യം, ദ കണ്ടന്റ് ഓഫ് ക്രയോ പ്രസിപ്പിറ്റേറ്റ്. ക്രയോ പ്രസിപ്പിറ്റേറ്റിലുള്ള കണ്ടന്റ് ഏതാണെന്നാണ് PSC ചോദിച്ചിരിക്കുന്നത്. ശരിയായ ഉത്തരം ഫാക്ടർ 8 ആണ് കേട്ടോ. പഠിച്ചോളനെ. ദ കണ്ടന്റ് ഓഫ് ക്രയോ പ്രസിപ്പിറ്റേറ്റ് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ക്രയോ പ്രസിപ്പിറ്റേറ്റിന്റെ കണ്ടന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫാക്ടർ 8 ആണ് കേട്ടോ. ക്രയോ പ്രസിപ്പിറ്റേറ്റിന്റെ കണ്ടന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫാക്ടർ 8 ആണ്. കുറച്ച് പാടായിരിക്കും. ഇതൊക്കെ പക്കാ MLT സുഹൃത്തുക്കള് പഠിക്കുന്നതാണ്. എന്നാൽ നമുക്ക് നോക്കി വെക്കേണ്ടതുണ്ട്. ബൈ ചാൻസ് നമുക്കൊരു 30 മാർക്ക് ഒപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് റാങ്ക് ലിസ്റ്റ് കയറാം. ഒരു 20 മാർക്കെങ്കിലും ഒപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ പ്രതീക്ഷ വെക്കാം. അപ്പോൾ നമുക്ക് വീണ്ടും നോക്കാം സുഹൃത്തുക്കളെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. ഹു ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ബാക്ടീരിയോളജി? PSCയുടെ ഉത്തരപ്രകാരം റോബർട്ട് സ്കോച്ച് ആണ് കേട്ടോ. PSCയുടെ ഉത്തരപ്രകാരമാണ് റോബർട്ട് സ്കോച്ച്. ശരിയായ ഉത്തരം ലൂയിസ് പാസ്റ്റർ ആണ് കേട്ടോ. ഹു ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ബാക്ടീരിയോളജി. ബാക്ടീരിയോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ശരിയായ ഉത്തരം ലൂയിസ് പാസ്റ്റർ ആണ്. പക്ഷെ PSC ഇപ്പോൾ ഉത്തരം കൊടുത്തേക്കുന്നത് റോബർട്ട് സ്കോച്ചിനാണ് കേട്ടോ. റോബർട്ട് കോച്ചിനാണ്. പഠിക്കുക. 17ാമത്തെ ചോദ്യം, ആന്റി കൊയാഗുലന്റ് യൂസ്ഡ് ഫോർ ബ്ലഡ് ഷുഗർ എസ്റ്റിമേഷൻ. അതായത് നമ്മുടെ ബ്ലഡിലുള്ള ഷുഗറിന്റെ അളവിനെ കണ്ടെത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ടെസ്റ്റിൽ ഉപയോഗിക്കുന്ന ആന്റി കൊയാഗുലന്റ് ഏതെന്നാണ്. ആന്റി കൊയാഗുലന്റ് എന്ന് വെച്ചാൽ എന്താ സുഹൃത്തുക്കളെ അർത്ഥം? രക്തം കട്ട പിടിക്കാതെ സഹായിക്കുന്ന, രക്തം കട്ട പിടിക്കാതെ സഹായിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആന്റി കൊയാഗുലന്റ് എന്ന് പറയുന്നത്. രക്തം കട്ട പിടിക്കാതെ ഇരിക്കുന്നതിനെയാണ് നമ്മൾ ആന്റി കൊയാഗുലന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ബ്ലഡ് ഷുഗർ ടെസ്റ്റ് ചെയ്യുന്നതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ആന്റി കൊയാഗുലന്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഉത്തരം ഫ്ലൂറൈഡ് ഓക്സേറ്റ് മിക്സർ ആണ് കേട്ടോ. ഫ്ലൂറൈഡ് ഓക്സലേറ്റ് മിക്സർ ആണ്. പഠിക്കുക. ഫ്ലൂറൈഡ് ഓക്സലേറ്റ് മിക്സർ ആണ് ആന്റി കൊയാഗുലന്റ് ആയിട്ട് നമ്മൾ ബ്ലഡ് ഷുഗർ എസ്റ്റിമേഷൻ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ബ്ലഡിലെ അല്ലെങ്കിൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കണ്ടെത്തുന്ന പരീക്ഷണത്തിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ആ ടെസ്റ്റിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ആന്റി കൊയാഗുലന്റ് ഏതാണ്? ഫ്ലൂറൈഡ് ഓക്സലേറ്റ് മിക്സർ ആണ്. പഠിക്കുക. നമ്മുടെ 18ാമത്തെ ചോദ്യം, റുട്ടീനിലി യൂസ്ഡ് ഹിപ്റ്റോപാത്തോളജി ഫിക്സേറ്റീവ്. താഴെ പറയുന്നതില് ഹിപ്റ്റോപാത്തോളജി ഫിക്സേറ്റീവ് ആയിട്ട് റുട്ടീൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന്റെ ശരിയായ ഉത്തരം 10% ഫോർമാലിൻ ആണ് കേട്ടോ. അതായത് ഹിസ്റ്റോപാത്തോളജിയില് ഫിക്സേറ്റ് ആയിട്ട് നമ്മൾ റൊട്ടീൻ ആയിട്ട് അല്ലെങ്കിൽ കൃത്യമായിട്ട് സ്ഥിരമായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് താഴെ പറയുന്നതിൽ എന്ന് ചോദിച്ചാൽ 10% ഫോർമാലിൻ ആണ് കേട്ടോ. 10% ഫോർമാലിൻ ഉപയോഗിച്ചാണ് നമ്മൾ ഹിസ്റ്റോപാത്തോളജിക്കകത്ത് എന്താണ് ഫിക്സേഷൻ ആയിട്ട് അല്ലെങ്കിൽ ഫിക്സേറ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. 19ാമത്തെ ചോദ്യം, ദ ബ്ലൂ ഹബ് ഓഫ് ഡിസ്പോസിബിൾ നീഡിൽ ഇൻഡിക്കേറ്റ്. ദ ബ്ലൂ ഹബ് ഓഫ് ഈ ഡിസ്പോസിബിൾ നീഡിൽ ഇൻഡിക്കേറ്റ്. കണ്ടോ സുഹൃത്തുക്കളെ, ചിത്രത്തില് ബ്ലൂ ഹബ് ഇരിക്കുന്ന ഈ ഒരു ഭാഗത്തിനെയാണ് ഹബ് എന്ന് പറയുന്ന, നീഡിലിന്റെ ഈ ഒരു ഭാഗം അല്ലെ നമ്മുടെ
സിറിഞ്ചിലേക്ക് കണക്ട് ചെയ്യുന്ന ആ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ നീഡിലിന്റെ ഹബ് എന്ന് പറയുന്നത്. ഇതിന്റെ നിറം മാറുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഈ നീഡിലിന്റെ ഗേജും എന്ത് ചെയ്യും, മാറിക്കൊണ്ടിരിക്കും കേട്ടോ. ആ നീഡിലിന്റെ ആ കനമുണ്ടല്ലോ, ആ കമ്പിയുടെ, അതും എന്ത് ചെയ്യും, മാറിക്കൊണ്ടിരിക്കും. ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം ഏതെന്ന് ചോദിച്ചാൽ സി 23 ഗേജ് ആണ് കേട്ടോ. അപ്പോ ബ്ലൂ ഹബ് ഉള്ള ഒരു ഡിസ്പോസിബിൾ നീഡിൽ നിങ്ങൾ ഇനി ഹോസ്പിറ്റലിൽ പോയി കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേ ഓർത്തോളുക അതിന് 23 ഗേജ് ഉണ്ട് എന്നങ്ങ് ആലോചിച്ച് വെച്ചേക്കാം. അതിന്റെ കമ്പിക്ക് എത്രയുണ്ട്, 23 ഗേജ് ഉണ്ട് എന്നങ്ങ് പഠിച്ചു വെച്ചിരിക്കുക. അപ്പോ ദ ബ്ലൂ ഹബ് ഓഫ് ഡിസ്പോസിബിൾ നീഡിൽ ഇൻഡിക്കേറ്റ്, ആ ഹബ് എവിടെ എന്ന് മനസ്സിലായല്ലോ സുഹൃത്തുക്കളെ, എത്രയാണ്, 23 ഗേജ് ആണ്. നമ്മുടെ 20ാമത്തെ ചോദ്യം, ദ ഫോളോയിങ് ആർ ബയോളജിക്കൽ ഹസാഡസ് എക്സെപ്റ്റ്, അതായത് താഴെ പറയുന്ന രോഗങ്ങളില് ബയോളജിക്കൽ ഹസാഡസ് ആയിട്ടുള്ള രോഗങ്ങളിൽ പെടാത്തത് ഏത് എന്നാണ് PSC ചോദിച്ചിരിക്കുന്നത്. വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഓപ്ഷൻ എ അനീമിയാണ്. കാരണം എന്താണ്, ബാക്കിയുള്ള രോഗങ്ങളെല്ലാം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുമോ ഇല്ലേ, പക്ഷെ അനീമിയ അങ്ങനെ പകരോ ഇല്ല. കാരണം എന്താണ്, നമ്മുടെ രക്തത്തിലുള്ള അയണിന്റെ കുറവ് മൂലം നമുക്കുണ്ടാകുന്ന ഒരു രോഗമാണ് അനീമിയ എന്ന് പറയുന്ന, അല്ലെങ്കിൽ വിളർച്ച എന്ന് പറയുന്നത്. അത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരില്ല. പക്ഷെ എയ്ഡ്സ് ആയിരുന്നാലും ഹെപ്പറ്റൈറ്റിസ് ആയിരുന്നാലും ട്യൂബർകുലോസിസ് ആയിരുന്നാലും എന്ത് ചെയ്യും, മറ്റൊരാളിലേക്ക് പകരും. അതൊക്കെ എന്താണ്, ബയോളജിക്കലി ഹസാഡസ് ആയിട്ടുള്ള രോഗമാണ്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ബയോളജിക്കലി ഹസാഡസ് അല്ലാത്ത രോഗം ഏതാണ്, അനീമിയ മാത്രമാണ് പഠിക്കുക. നമ്മുടെ 21ാമത്തെ ചോദ്യം, ASO ടെസ്റ്റ് ഈസ് യൂസ്ഡ് ടു ഡിറ്റക്ട്, ASO അല്ലെങ്കിൽ അസോ ടെസ്റ്റ് എന്തിനു ഉപയോഗിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ ഉത്തരം എന്താണ്, സ്റ്റെപ്റ്റോകോക്കൈ. അതായത് സ്റ്റെപ്റ്റോകോക്കൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ സുഹൃത്തുക്കളെ, സ്റ്റെപ്റ്റോകോക്കൈ എന്താണ്, നമ്മുടെ ന്യൂമോണിയ രോഗം അല്ലേ, ന്യൂമോണിയ രോഗത്തിന് കാരണമായിട്ടുള്ള ബാക്ടീരിയ ആയിട്ടുള്ള സ്റ്റെപ്റ്റോകോക്കസ് ബാക്ടീരിയയെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് അറിയപ്പെടുന്ന പേരാണ് അസോ ടെസ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ASO ടെസ്റ്റ് എന്ന് പറയുന്നത്. മറക്കരുത്, ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഈ ASO എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആന്റി സ്റ്റെപ്റ്റോലെഡിൻ ടെസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. ആന്റി സ്റ്റെപ്റ്റോലെഡിൻ ടെസ്റ്റിനെയാണ് നമ്മൾ ASO ടെസ്റ്റ് എന്ന് പറയുന്നത് പഠിക്കുക. നമ്മുടെ 22ാമത്തെ ചോദ്യം, ഫൈൻഡ് ദ MCH ഓഫ് സാമ്പിൾ ഓഫ് ബ്ലഡ് ഹാവിംഗ് HB, അതായത് HB എന്ന് പറഞ്ഞാൽ എന്താ സുഹൃത്തുക്കളെ, ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിനെയാണ് നമ്മൾ HB എന്ന് പറയുന്നത്. അപ്പോൾ ഹീമോഗ്ലോബിനും അതുപോലെ തന്നെ RBCയുടെയും കൗണ്ട് നമുക്ക് തന്നിട്ടുണ്ട്. അതായത് RBC കൗണ്ട് എത്രയാണ്, 4 മില്യൺ ആണ്. അതുപോലെ തന്നെ നമ്മുടെ HB കൗണ്ട് എത്രയാണ്, 12 ഗ്രാം പെർ പെർസെന്റേജ് ആണ്. 12 ഗ്രാം പെർ പെർസെന്റേജ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ MCH കൗണ്ട് എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ശരിയായ ഉത്തരം എത്രയാണ്, 30 ആണ് കേട്ടോ. 30 PG ആണ്. ഇത് കണ്ടുപിടിക്കാൻ വലിയ പാടൊന്നുമില്ല സുഹൃത്തുക്കളെ, ഒരൊറ്റ ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ മതി. അതായത് ഈ HGB ഡിവൈഡഡ് ബൈ RBC അങ്ങ് ചെയ്തു കൊടുത്താൽ മതി കേട്ടോ. RBC ചെയ്തു കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഈ HG ഡിവൈഡഡ് ബൈ RBC ചെയ്തു കൊടുക്കുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്രയാണ്, HG എത്രയാണ്, 12 ആണല്ലേ. 12 ഇൻറ്റു per 100 കൺവേർട്ട് ചെയ്യുക, ഡിവൈഡ് ബൈ 4 മില്യൺ കൊണ്ട് എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. സോ അവർ ആൻസർ ഈസ് ഗെറ്റ് ടു എത്രയാണ്, 30 PG എന്ന് നമുക്ക് ലഭിക്കും. അപ്പോൾ ആ ഇക്വേഷൻ ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. അപ്പോൾ ഇനി MCH കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ മറക്കരുത്, എന്താണ്, MCH ഈസ് ഈക്വൽ ടു HG ഡിവൈഡഡ് ബൈ എന്താണ്, RBC ആണ് കേട്ടോ. HG ഡിവൈഡഡ് ബൈ RBC എന്നാണ്. 23ാമത്തെ ചോദ്യം, വിച്ച് വൈറ്റമിൻ ഡെഫിഷ്യൻസി കേസ്ഡ് സ്കർവി. സ്കർവിക്ക് കാരണമായിട്ടുള്ള വൈറ്റമിൻ അല്ലെങ്കിൽ സ്കർവി ഏത് വൈറ്റമിന്റെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഏതാണ്, ഓപ്ഷൻ സി. വൈറ്റമിൻ സിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് സ്കർവി എന്ന് പറയുന്നത്. വൈറ്റമിൻ സിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് സ്കർവി എന്ന് പറയുന്നത്. നമ്മുടെ 24ാമത്തെ ചോദ്യം, ദ മെയിൻ ഷുഗർ പ്രസന്റ് ഇൻ സെമൺ. സെമണിൽ അടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഷുഗർ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 24ാമത്തെ ശരിയായ ഉത്തരം ഫ്രക്ടോസ് ആണ് കേട്ടോ. ദ മെയിൻ ഷുഗർ കണ്ടന്റ് പ്രസന്റ് ഇൻ സെമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്, അത് ഓപ്ഷൻ ഡി, ഫ്രക്ടോസ് ആണ്. ഏതാണ്, ഫ്രക്ടോസ് ആണ്. 25ാമത്തെ ചോദ്യം, ടിൻഡലൈസേഷൻ ഈസ് ദ മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ മെത്തേഡ്. ഇത് എത്ര ഡിഗ്രിയിലാണ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ ഉത്തരം ചോദിച്ചു കഴിഞ്ഞാൽ അത് 100 ഡിഗ്രിയിലാണ് കേട്ടോ സുഹൃത്തുക്കളെ, പഠിക്കുക. അപ്പോൾ 25ാമത്തെ ചോദ്യം, ടിൻഡലൈസേഷൻ ഈസ് ദ മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ മെത്തേഡ്, അതായത് മോയിസ്റ്റ് ഹീറ്റ് ഉപയോഗിച്ച് സ്റ്റെറിലൈസേഷൻ ചെയ്യുന്ന മെത്തേഡിന് നമ്മൾ അറിയപ്പെടുന്ന പേരാണ് ടിൻഡലൈസേഷൻ എന്ന് പറയുന്നത്. ഇത് എത്ര ഡിഗ്രിയിലാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ 100 ഡിഗ്രി സെൽഷ്യസിലാണ് പഠിക്കുക. നമ്മുടെ 26ാമത്തെ ചോദ്യം, ഓൺലി ഹൊറസോണ്ടൽ ബോൺ ഇൻ സ്കെൽറ്റൻ, അതായത് നമ്മുടെ ഹ്യൂമൻ സ്കെൽറ്റനിലെ
ഹൊറസോണ്ടൽ ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് പറയാം എങ്ങനെയായിട്ടുള്ളത് തിരച്ചീനമായിട്ടുള്ള ഏക ബോൺ അല്ലെങ്കിൽ എല്ല് എന്നാണ് PSC ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഏതാ സുഹൃത്തുക്കളെ? ഓപ്ഷൻ എ ക്ലാവിക്കിൾ ആണ് കേട്ടോ. ഓപ്ഷൻ എ ക്ലാവിക്കിൾ ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ തിരച്ചീനമായിട്ടുള്ള നമ്മുടെ തോളൽ എന്ന് പറയില്ല, ഇതായിരിക്കുന്ന സാധനം ഈ ക്ലാവിക്കിൾ ആണ്. അല്ലെങ്കിൽ ചിത്രത്തിൽ റെഡ് കളർ കാണിച്ചിരിക്കുന്ന ക്ലാവിക്കിൾ ആണ് നമ്മുടെ മനുഷ്യരീരത്തിലെ ഏക ഹൊറസോണ്ടൽ ബോൺ എന്ന് പറയുന്നത്. കൃത്യമായിട്ടൊരു ഹൊറസോണ്ടൽ ഷേപ്പിൽ പോകുന്ന ബോൺ എന്ന് ചോദിച്ചാൽ ക്ലാവിക്കിൾ ആണ്, മറക്കരുത്. 27ാമത്തെ ചോദ്യം, സ്പൈറോമീറ്റർ ഈസ് യൂസ്ഡ് ടു മെഷർ വാട്ട്? സ്പൈറോമീറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത് ചോദിച്ചാൽ ലെങ്സ് വോളിയം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ സുഹൃത്തുക്കളെ. കണ്ടോ, ഇതാണ് സ്പൈറോമീറ്റർ എന്ന് പറയുന്നത്. ഈ സാധനം നമ്മളെടുത്ത് വായിൽ വെച്ചിട്ട് ശക്തിയായിട്ട് ഊതാൻ പറയും. അപ്പോൾ നമ്മൾ ഊതുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, ഇവിടെ നിന്ന് ഓരോ ബോളും എന്ത് ചെയ്യും, മുകളിലോട്ട് പൊങ്ങും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തുമാത്രം നമുക്ക് ലെങ്സിന് കപ്പാസിറ്റി ഉണ്ടോ. നമ്മുടെ വോളിമെട്രിക് കപ്പാസിറ്റി ഓഫ് ലെങ്സ് എന്ന് പറയും കേട്ടോ. നമ്മുടെ ലെങ്സിന് എന്തുമാത്രം ഓക്സിജനെ അല്ലെങ്കിൽ വാതകത്തിനെ ഇൻടേക്ക് ചെയ്യാനും അതുപോലെ പുറത്തോട്ട് കളയാനൊക്കെ കഴിവുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ടെസ്റ്റ് ആണ് ഈ സ്പൈറോമീറ്റർ മെഷർ എന്ന് പറയുന്നത്. അതിന്റെ ഡിവൈസ് ആണ് കണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കൾ ആരെങ്കിലും ഒക്കെ അത് കണ്ടു കാണും. അപ്പോൾ ഇത് എന്തിനാ ഉപയോഗിക്കുന്നത് ചോദിച്ചാൽ ലെങ്സ് വോളിയം. അപ്പൊ ഇനി സ്പൈറോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചിത്രം മനസ്സിൽ വന്നോളണം. എന്തിനാ ഉപയോഗിക്കുന്നത്? ലെങ്സിന്റെ വോളിയം അളക്കാൻ ഉപയോഗിക്കുന്നതാണ് സ്പൈറോമീറ്റർ എന്ന് പറയുന്നത്. 28ാമത്തെ ചോദ്യം, ആസിഡ് ഫാസ്റ്റ്നെസ് ഓഫ് ഓർഗാനിസം ഡ്യൂ ടു, അതായത് ഈ ആസിഡ് ഫാസ്റ്റ്നെസ് എന്ന് പറയുന്നതിന് കാരണമായിട്ടുള്ള ആസിഡ് എന്നാണ് PSC ചോദിച്ചിരിക്കുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി മൈക്കോളിക് ആസിഡ് എന്നുള്ളതാണ് കേട്ടോ. എന്താണ്? മൈക്കോളിക് ആസിഡ് എന്നുള്ളതാണ് പഠിക്കുക. അപ്പോ ആസിഡ് ഫാസ്റ്റ്നെസ് എന്ന് പറയുന്നത് ഓർഗാനിസത്തിൽ ഉണ്ടാകുന്നതിന് കാരണമായിട്ടുള്ള ആസിഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞ് പഠിച്ചു വെച്ചോളണം. ഏതാ സുഹൃത്തുക്കളെ? മൈക്കോളിക് ആസിഡ് ആണ്. എന്താണ്? മൈക്കോളിക് ആസിഡ് ആണ്. 29ാമത്തെ ചോദ്യം, ദ അബ്നോർമൽ യൂറിനറി കോൺസ്റ്റിറ്റ്യൂവന്റ് പ്രസന്റ് ഇൻ ദ ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ്, അതായത് ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ് ഉള്ളവരുടെ യൂറിനകത്ത് കാണപ്പെടുന്ന പ്രധാനപ്പെട്ട അബ്നോർമൽ ആയിട്ടുള്ള എന്താണ് വസ്തു ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം ചോദിച്ചു കഴിഞ്ഞാൽ അത് ബൈൽ സാൾട്ട് ആണ് കേട്ടോ, മറക്കല്ലേ. ദ അബ്നോർമൽ യൂറിനറി കോൺസ്റ്റിറ്റ്യൂവന്റ് അല്ലെങ്കിൽ അതിനകത്ത് യൂറിനിൽ കാണപ്പെടുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് അല്ലെങ്കിൽ പാർട്ട് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് വെറും പാർട്ടല്ല, എപ്പോഴുള്ളതാണ്? ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ് ഉള്ള ഒരു വ്യക്തിക്ക്, ഒബ്സ്ട്രക്റ്റീവ് ആയിട്ടുള്ള ജോണ്ടിസ് ഉള്ള ഒരു വ്യക്തിക്ക് ഉള്ള യൂറിനുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ജോണ്ടിസ് എന്ന് പറഞ്ഞാൽ എന്താ സുഹൃത്തുക്കളെ? മലയാളത്തില് നമ്മുടെ മഞ്ഞപ്പിത്തം എന്ന് പറയും കേട്ടോ. അപ്പോ മഞ്ഞപ്പിത്തമുള്ള ഒരു വ്യക്തിയുടെ യൂറിനിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എന്തിന്റെ അംശമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബൈൽ സാൾട്ടിന്റെ അംശമാണ്, മറക്കല്ലേ. ജോണ്ടിസ് എന്ന് വെച്ചാൽ മഞ്ഞപ്പിത്തം, അതിൽ തന്നെ ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസിന്റെ കേസിലാണെങ്കിൽ അവിടെ എന്താണ്? ബൈൽ സാൾട്ടിന്റെ അംശം കൂടുതലായിരിക്കും. 30ാമത്തെ ചോദ്യം, WBC ഹാവിംഗ് ബ്ലൂ ബ്ലാക്ക് ഗ്രാന്യൂൾസ്, അതായത് WBCക്കകത്ത് കാണപ്പെടുന്ന നീല നിറത്തിലും അതുപോലെ തന്നെ കറുപ്പോട് കൂടിയ നിറത്തിലും കാണപ്പെടുന്ന തരികൾ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതുതരം സെല്ലുകളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറക്കരുത്, അത് ബേസോഫിൽസ് ആണ് കേട്ടോ. ബേസോഫിൽസ് ഇരിക്കുന്നുണ്ടോ സുഹൃത്തുക്കളെ? ഒരു കറുപ്പും അതുപോലെ തന്നെ ഏകദേശം ഒരു ബ്ലൂ നിറമാണ്. ഇവിടെ നമ്മൾ പർപ്പിൾ ആണ് കൊടുത്തിരിക്കുന്നത്, പക്ഷേ ഏകദേശം ഒരു ബ്ലാക്ക് ആൻഡ് ബ്ലൂ നിറത്തിൽ കാണപ്പെടുന്ന തരികൾ അറിയപ്പെടുന്ന പേരാണ് എന്ത്? ബേസോഫിൽ എന്ന് പറയുന്നത്. എവിടെയാണ്? WBCനെ നമ്മൾ മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. 31ാമത്തെ ചോദ്യം, നൈം commonly used staining method in സൈറ്റോളജി. സൈറ്റോളജിക്കകത്ത് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന സ്റ്റെയിനിങ് മെത്തേഡ് ആണ് PSC ചോദിച്ചിരിക്കുന്നത്. സൈറ്റോളജി എന്ന് വെച്ചാൽ എന്താ സുഹൃത്തുക്കളെ? സൈറ്റോളജി എന്ന് വെച്ചാൽ ഇതിനെ കുറിച്ചുള്ള പഠനമാണ് സൈറ്റോളജി. സൈറ്റോളജി മീൻസ് കോശ പഠനമാണ് അല്ലെ. സൈറ്റോളജി എന്ന് വെച്ചാൽ കോശ പഠനം അറിയപ്പെടുന്ന പേരാണ് സൈറ്റോളജി, അല്ലെങ്കിൽ കോശത്തെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരാണ് സൈറ്റോളജി. അപ്പോൾ ഈ സൈറ്റോളജിയിൽ നമ്മൾ സ്റ്റെയിനിങ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ ഉത്തരം പാപ്പ് ആണ് കേട്ടോ. PAP, പാപ്പ് ആണ് നമ്മൾ സ്റ്റെയിനിങ് മെത്തേഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. എവിടെയാണ്? സൈറ്റോളജി അല്ലെങ്കിൽ കോശ പഠന മേഖലയിൽ. നമ്മുടെ 32ാമത്തെ ചോദ്യം, ടൈപ്പ് ഓഫ് മൈക്രോസ്കോപ്പ് യൂസ്ഡ് ഫോർ ദ ബെസ്റ്റ് ഡെമോൺസ്ട്രേഷൻ ഓഫ് ലിവിംഗ് അൺസ്റ്റെയിൻഡ് സ്പൈറോകാറ്റസ്. സ്പൈറോകാറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന എലിപ്പനി ഉണ്ടാക്കുന്ന ബാക്ടീരിയ ഇല്ല സുഹൃത്തുക്കളെ, ആ എലിപ്പനി ഉണ്ടാക്കുന്ന ബാക്ടീരിയയുടെ ഒരു കുടുംബക്കാരനാണ് ഈ സ്പൈറോകാറ്റസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്പൈറോകാറ്റക്സ് ബാക്ടീരിയനെ നമുക്ക് ഒരു സ്റ്റെയിനും ഉപയോഗിക്കാതെ തന്നെ ഒരു മൈക്രോസ്കോപ്പിൽ കൂടെ കാണണമെന്ന് കരുതുക. അതിന് നമ്മൾ ഉപയോഗിക്കേണ്ട മൈക്രോസ്കോപ്പ് ഏതാണ്, അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് മൈക്രോസ്കോപ്പ് ഏതായിരിക്കും എന്നാണ് PSC ചോദിക്കുന്നത്. ശരിയായ ഉത്തരം എന്താണ്? ഡാർക്ക് ഗ്രൗണ്ട് മൈക്രോസ്കോപ്പ് ആണ്. ഇങ്ങനെയുള്ള മൈക്രോസ്കോപ്പുകളൊക്കെ പഠിച്ചോളണേ. ഡാർക്ക് ഗ്രൗണ്ട് മൈക്രോസ്കോപ്പ് ആണ്. അപ്പോൾ ടൈപ്പ്
ടൈപ്പ് ഓഫ് മൈക്രോസ്കോപ്പ് യൂസ്ഡ് ഫോർ ബെസ്റ്റ് ഡെമോൺസ്ട്രേഷൻ ഓഫ് ലിവിംഗ് അൺസ്റ്റെയിൻഡ് സ്പൈറോകാറ്റസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കരുത് അത് ഡാർക്ക് ഗ്രൗണ്ട് മൈക്രോസ്കോപ്പ് ആണ്. ഈ സ്പൈറോകാറ്റസ് എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, നമ്മുടെ എലിപ്പനി പരത്തുന്ന ബാക്ടീരിയയുടെ കുടുംബത്തിൽപ്പെട്ട ഒരാളാണ് കേട്ടോ. അതിനെ കണ്ടുപിടിക്കാനായിട്ട് അല്ലെങ്കിൽ അതിനെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മൈക്രോസ്കോപ്പിന്റെ പേരെന്താണ്? ഡാർക്ക് ഗ്രൗണ്ട് മൈക്രോസ്കോപ്പ്. 33ാമത്തെ ചോദ്യം, പോസിബിൾ ബ്ലഡ് ഗ്രൂപ്പ് ഓഫ് ഓഫ്സ്പ്രിംഗ് ഹാവിംഗ് എ ഗ്രൂപ്പ് ഫാദർ ആൻഡ് എ ഗ്രൂപ്പ് മദർ, അതായത് അച്ഛൻ എ ഗ്രൂപ്പും അമ്മ എ ഗ്രൂപ്പുമാണ് എന്നുണ്ടെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന കുട്ടികളുടെ ബ്ലഡ് ഗ്രൂപ്പ് പോസിബിളി ഏതൊക്കെയാകാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ബി ആണ്. ഒന്നിയിൽ എ ആവാം അല്ലെങ്കിൽ ഒ ആവാം, ഒന്നിയിൽ എ ആവാം അല്ലെങ്കിൽ ഒ ആവാം. ഓക്കെ ആണ്. അപ്പോൾ ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, നമ്മുടെ LD എക്സാമിനൊക്കെ ചിലപ്പോൾ ചോദിക്കാം. അപ്പോൾ പോസിബിൾ ബ്ലഡ് ഗ്രൂപ്പ് ഓഫ് ഓഫ്സ്പ്രിംഗ് ഹാവിംഗ് എ ഗ്രൂപ്പ് ഫാദർ എ ഗ്രൂപ്പ് മദർ, അച്ഛൻ എ ഗ്രൂപ്പ് ആണ് അമ്മയും എ ഗ്രൂപ്പ് ആണെങ്കിൽ ആ ഉണ്ടാകാൻ പോകുന്ന കുട്ടിക്ക് ഏതൊക്കെയായിരിക്കും ബ്ലഡ് ഗ്രൂപ്പ് വരാനുള്ള സാധ്യത? വെറും പോസിബിലിറ്റി ആണ്. സാധ്യത ഏതാണ്? ഒന്നിയിൽ എ ഗ്രൂപ്പ് ആയിരിക്കാം അല്ലെങ്കിൽ എന്തായിരിക്കാം? ഒ ഗ്രൂപ്പ് ആയിരിക്കാം. പഠിക്കുക. 34ാമത്തെ ചോദ്യം, ദ ഫോളോയിങ് ആർ യൂസ്ഡ് ടു ഡിറ്റക്ട് ബാക്ടീരിയൽ മോർട്ടാലിറ്റി എക്സ്പെക്ട്, അതായത് ബാക്ടീരിയയുടെ മോർട്ടാലിറ്റിനെ ഡിറ്റക്ട് ചെയ്യാൻ കഴിയാത്ത ടെസ്റ്റ് താഴെ പറയുന്നതിൽ ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്, അല്ലെങ്കിൽ താഴെ പറയുന്നതിൽ ഏതിനാണ് നമ്മുടെ ബാക്ടീരിയയുടെ മോർട്ടാലിറ്റി റേറ്റിനെ തിരിച്ചറിയാൻ കഴിയാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വേറൊന്നുമില്ല, അതിന്റെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് സ്ട്രീക്ക് കൾച്ചർ ആണ് കേട്ടോ. എന്താണ്? സ്ട്രീക്ക് കൾച്ചർ ആണ് കേട്ടോ. അപ്പോൾ സ്ട്രീക്ക് കൾച്ചർ വഴി നമുക്ക് ഒരിക്കലും ബാക്ടീരിയയുടെ മോർട്ടാലിറ്റി റേറ്റ് മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പോൾ ബാക്ടീരിയയുടെ മോർട്ടാലിറ്റി റേറ്റ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ടെസ്റ്റ് ഏതാണ്? സ്ട്രീക്ക് കൾച്ചർ ആണ്. എന്താണ്? സ്ട്രീക്ക് കൾച്ചർ ആണ്. 35ാമത്തെ ചോദ്യം, ക്രിസ്റ്റൽ സീൻ ഇൻ അമീബിയ ഡിസെൻട്രി, അമീബിയ ഡിസെൻട്രി സ്റ്റൂളിനകത്ത് മലത്തിനകത്ത് കാണപ്പെടുന്ന ക്രിസ്റ്റൽസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ചാർക്കോട്ട് ലേ ഡൗൺ ക്രിസ്റ്റൽസ് ആണ്. അപ്പോൾ ചാർക്കോട്ട് ലേ ഡൗൺ ക്രിസ്റ്റൽസ് കാണപ്പെടുന്നത് അമീബിയാറ്റിക് ഡിസെൻട്രി എന്ന് പറയുന്നതിന്റെ സ്റ്റൂളിലാണ് കേട്ടോ. അമീബിയാറ്റിക് ഡിസെൻട്രി രോഗമുള്ള ഒരു വ്യക്തിയുടെ സ്റ്റൂളിൽ അല്ലെങ്കിൽ മലത്തിൽ കാണപ്പെടുന്ന ക്രിസ്റ്റൽ ഫോമിൽ ഏതാണ് അല്ലെങ്കിൽ ഫോം ഏതായിരിക്കും? അത് ചാർക്കോട്ട് ലേ ഡൗണ്ട് ക്രിസ്റ്റൽസ് ആയിരിക്കും. ചാർക്കോട്ട് ലേ ഡൗണ്ട് ക്രിസ്റ്റൽസ് ആയിരിക്കും. പഠിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. 36ാമത്തെ ചോദ്യം, വിച്ച് ഈസ് നോട്ട് എ കീറ്റോൺ ബോഡി, വിച്ച് ഈസ് നോട്ട് എ കീറ്റോൺ ബോഡി, അതായത് കീറ്റോൺ ബോഡി അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 36ാമത്തെ ഉത്തരം എന്താണ്? അസറ്റിക് ആസിഡ്, അതായത് കീറ്റോൺ ബോഡിയുടെ ഭാഗം അല്ലാത്തത് എന്ന് ചോദിച്ചാൽ അത് അസറ്റിക് ആസിഡ് ആണ്. 37ാമത്തെ ചോദ്യം, കോ വെബ് ക്ലോട്ട് ഓഫ് CSF ഇൻഡിക്കേറ്റ് ദാറ്റ്, അതായത് CSF-ൽ കാണപ്പെടുന്ന കോബ് വെബ് ക്ലോട്ട് എന്തിനെ സൂചിപ്പിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ ഡി, ട്യൂബർകുലോസിസ് മൂലമുണ്ടാ മെനിഞ്ചൈറ്റിസ് ആണ് കാരണം കേട്ടോ. ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഇങ്ങനെ എന്ത് ചെയ്യും? കോബ് വെബ് പോലെ അല്ലെങ്കിൽ വെബിന്റെ രൂപത്തിൽ എന്ത് ചെയ്യും? ഇങ്ങനെ ക്ലോട്ട് കണക്ക് കിടക്കും. ഇതിനുള്ള കാരണം എന്തെന്ന് ചോദിച്ചാൽ അത് ട്യൂബർകുലോസിസ് മെനിഞ്ചൈറ്റിസ് ആണ്, അല്ലെങ്കിൽ ക്ഷയരോഗം നമ്മുടെ തലച്ചോറിനെ ബാധിക്കുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥ വരുന്നത്. അപ്പൊ ട്യൂബർകുലോസിസ് മെനിഞ്ചൈറ്റിസ് ഉള്ളവർക്കാണ് കോബ് വെബ് ക്ലോട്ട് എവിടെ ഉണ്ടാവുന്നത്? CSF-ൽ അല്ലെങ്കിൽ സെറിബൽ സ്പൈനൽ ഫ്ലൂയിഡിൽ ഉണ്ടാവുന്നത്. പഠിക്കുക. 38ാമത്തെ ചോദ്യം, ക്വസ്റ്റ്യൻ ഇതാണ്, വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ഫോട്ടോ ഇലക്ട്രിക് കലോറിമീറ്റർ, ഫോട്ടോ ഇലക്ട്രിക് കലോറിമീറ്ററിന്റെ പ്രധാനപ്പെട്ട വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബീർ ലംബാർഡ്സ് ലാ ആണ്. എന്താണ്? ബീർ ലംബാർഡ്സ് ലാ ആണ്. ഒരുപാട് തവണ PSC ഈ ഒരു മേഖലയിൽ ചോദിച്ച ചോദ്യമാണ്. വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ഫോട്ടോ ഇലക്ട്രിക് കലോറിമീറ്റർ എന്താണ്? അതിന്റെ പ്രധാന വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താ സുഹൃത്തുക്കളെ? ബീർ ലംബാർഡ്സ് ലാ ആണ്. എന്താണ് ഈ ബീർ ലംബാർഡ്സ് ലാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക, വേറൊന്നുമില്ല. നമ്മൾ ഏതെങ്കിലും ഒരു ലിക്വിഡിലൂടെ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസിലൂടെ നമ്മുടെ ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രകാശം കടന്നു പോകുന്ന സമയത്ത് ആ ലിക്വിഡ് അല്ലെന്നുണ്ടെങ്കിൽ ആ സബ്സ്റ്റൻസ് എന്ത് ചെയ്യും? കുറെ പ്രകാശത്തിന് എന്ത് ചെയ്യും? അങ്ങ് അബ്സോർബ് ചെയ്യും. ഈ ബീർ ലംബാർഡ്സ് ലാ പ്രകാരം പറയുന്നത് എന്താണെന്ന് ചോദിച്ചാല് ലൈറ്റിന്റെ അളവുണ്ടല്ലോ സുഹൃത്തുക്കളെ, ആ ലൈറ്റിന്റെ അളവെന്ന് പറയുന്നത് നമ്മുടെ എത്രയാണോ അതിനകത്തുള്ള സബ്സ്റ്റൻസ് അതിന്റെ വോളിയത്തിന് തുല്യമാണ് എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ അളവിന് തുല്യമായിരിക്കും എന്നാണ് പറയുന്നത്. ആരാണ്? ഈ ബീർ ലംബാർഡ്സ് ലാ. 39ാമത്തെ ചോദ്യം പറയുന്നത് വിച്ച് ഈസ് കം അണ്ടർ RFT, അതായത് RFTയുടെ അണ്ടറിൽ വരുന്നത് ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. RFT എന്ന് വെച്ചാൽ എന്താ സുഹൃത്തുക്കളെ? ഒരുപാട് പേർക്ക് അറിയായിരിക്കും. റീനൽ ഫംഗ്ഷൻ ടെസ്റ്റ്, റീനൽ
ഫംഗ്ഷൻ ടെസ്റ്റ് എന്നാണ് പറയുന്നത് അല്ലെ. റീനൽ ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ കിഡ്നിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടെസ്റ്റിനെയാണ് റീനൽ ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 39ാമത്തെ ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി എന്താണ്? ക്രിയാറ്റിൻ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു കിഡ്നിക്കും ലിവറും അതുപോലെ തന്നെ പാൻക്രിയാസും മാത്രമേ ക്രിയാറ്റിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നുള്ളൂ. അപ്പോൾ ഏറ്റവും പ്രധാനമായി ക്രിയാറ്റിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ആരാണ്? നമ്മുടെ കിഡ്നിയാണ്. അപ്പോൾ ഈ റീനൽ ഫംഗ്ഷൻ ടെസ്റ്റ് എടുക്കുന്ന എവിടെയാണ്? കിഡ്നിയിലുള്ള ക്രിയാറ്റിന്റെ അളവ് എന്താണ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ വിച്ച് ഈസ് കം അണ്ടർ RFT, അതായത് RFT അഥവാ റീനൽ ഫംഗ്ഷൻ ടെസ്റ്റിന്റെ ആ ഉള്ളിൽ വരുന്ന പ്രധാനപ്പെട്ട ടെസ്റ്റുകളിൽ ഒരെണ്ണം ഏതെന്ന് ചോദിച്ചാൽ ക്രിയാറ്റിന്റെ വാല്യൂവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടെസ്റ്റ് ആണ് പഠിക്കുക. 40ാമത്തെ ചോദ്യം, സ്പെഷ്യൽ സ്റ്റെയിനിങ് യൂസ്ഡ് ടു ഡെമോൺസ്ട്രേറ്റ് റെട്രിക്കുലോസൈറ്റ്. എന്താ സുഹൃത്തുക്കളെ റെട്രിക്കുലോസൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? റെട്രിക്കുലോസൈറ്റ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, ഇംമെച്യൂർഡ് ആയിട്ടുള്ള RBCനെ വിളിക്കുന്ന പേരാണ് റെട്രിക്കുലോസൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. അതായത് ഇംമെച്യൂർഡ് എന്ന് വെച്ചാൽ പ്രായപൂർത്തിയാവാത്ത RBCനെ വിളിക്കുന്ന പേരാണ് റെട്രിക്കുലോസൈറ്റ് എന്ന് പറയുന്നത്. ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുണ്ട് റെട്രിക്കുലോസൈറ്റ് എന്നത്. നമ്മുടെ LGS എക്സാമിന് വരെ ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് പഠിക്കണം. റെട്രിക്കുലോസൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇംമെച്യൂർഡ് RBC, അതായത് പ്രായപൂർത്തിയാവാത്ത കൊച്ചു പയ്യനായിട്ടുള്ള RBCനെയാണ് നമ്മൾ റെട്രിക്കുലോസൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റെട്രിക്കുലോസൈറ്റിനെ കണ്ടെത്തണമെങ്കിൽ പ്രത്യേക രീതിയിലുള്ള സ്റ്റെയിനിങ് നമുക്ക് ആവശ്യമാണ്. അത് ഏത് തരം സ്റ്റെയിൻ ആണ് ഉപയോഗിക്കുന്നതെന്നാണ് PSC ചോദിച്ചിരിക്കുന്നത്. ശരിയായ ഉത്തരം ഏതെന്ന് ചോദിച്ചാൽ സൂപ്പർ വൈറ്റൽ സ്റ്റെയിനിങ് ആണ്. എന്താണ്? സൂപ്പർ വൈറ്റൽ സ്റ്റെയിനിങ് ആണ് കേട്ടോ, പഠിച്ചോളെ. ഓപ്ഷൻ സി സൂപ്പർ വൈറ്റൽ സ്റ്റെയിനിങ് ആണ് എന്താണ്? റെട്ടിക്കുലോസൈറ്റിനെ കണ്ടെത്താനായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ, പഠിച്ചോളുക, ഇമ്പോർട്ടന്റ് ആണ്. ഒന്നുകൂടി പറയാം. 40ാമത്തെ ചോദ്യം, സ്പെഷ്യൽ സ്റ്റെയിനിങ് യൂസ്ഡ് ടു ഡെമോൺസ്ട്രേറ്റ് റെട്ടിക്കുലോസൈറ്റ് എന്നാണ് ചോദിച്ചത്. റെട്രിക്കുലോസൈറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഇംമെച്യൂർഡ് RBCനെ വിളിക്കുന്ന പേര്, അല്ലെങ്കിൽ പ്രായപൂർത്തിയാവാത്ത റെഡ് ബ്ലഡ് സെൽസിനെ വിളിക്കുന്ന അല്ലെങ്കിൽ അരുണ രക്താണുക്കളെ വിളിക്കുന്ന പേരാണ് റെട്രിക്കുലോസൈറ്റ് എന്ന് പറയുന്നത്. ഇത് കണ്ടെത്തുന്നതിന് സ്പെഷ്യൽ ആയിട്ടുള്ള സ്റ്റെയിൻ നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. ആ സ്റ്റെയിൻ അറിയപ്പെടുന്ന പേര്, അല്ലെങ്കിൽ ആ നിറം നൽകുന്ന വസ്തു അറിയപ്പെടുന്ന പേരാണ് സൂപ്പർ വൈറ്റൽ സ്റ്റെയിനിങ് എന്നുള്ളത് പഠിക്കും. 41ാമത്തെ ചോദ്യം, ദ ഫോളോയിങ് ആർ ദ സ്റ്റേജസ് ഓഫ് ESR എക്സെപ്റ്റ്, അതായത് താഴെ പറയുന്നവരിൽ ESRുമായിട്ട് ബന്ധമില്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ ഉത്തരം സ്റ്റേജ് ഓഫ് അഗ്ലൂട്ടിനേഷൻ ആട്ടോ. ESRുമായിട്ട് ബന്ധമില്ലാത്തത് ഏതാണ്? സ്റ്റേജ് ഓഫ് അഗ്ലൂട്ടിനേഷൻ ആണ്. അപ്പോൾ ദ ഫോളോയിങ് ആർ ദ സ്റ്റേജ് ഓഫ് ESR എക്സെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്? സ്റ്റേജ് ഓഫ് അഗ്ലൂട്ടിനേഷൻ ആണ്. ഏതാണ്? സ്റ്റേജ് ഓഫ് അഗ്ലൂട്ടിനേഷൻ ആണ്. 42ാമത്തെ ചോദ്യം ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. ബാക്ടീരിയ ഹാവിംഗ് ചൈനീസ് ലെറ്റർ പാറ്റേൺ അറേഞ്ച്മെന്റ്. ഏത് തരം ബാക്ടീരിയക്കാണ് ചൈനീസിലുള്ള മാതൃകയിൽ, അല്ലെങ്കിൽ ചൈനീസ് ലെറ്ററിന്റെ മാതൃകയിലുള്ള അറേഞ്ച്മെന്റ് ഉള്ള എന്ന് കണ്ടോ സുഹൃത്തുക്കളെ? ഇത് ചൈനീസ് ലെറ്റർ മാതൃകയിലല്ലേ ഇരിക്കുന്നത്? ചൈനീസ് ലെറ്റർ മാതൃകയിലുള്ള അറേഞ്ച്മെന്റ് ഉള്ള എന്താണ് ബാക്ടീരിയ ഏതാണെന്നാണ് PSC ചോദിച്ചിരിക്കുന്നത്. ശരിയായ ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കോറിൻ ബാക്ടീരിയ ആണ് കേട്ടോ, പഠിച്ചോണേ. കോറിൻ ബാക്ടീരിയകൾക്കാണ് ചൈനീസ് ലെറ്ററിന്റെ പാറ്റേൺ കാണപ്പെടുന്നത്. കോറിൻ ബാക്ടീരിയത്തിനാണ് എന്ത് കാണപ്പെടുന്നത്? ചൈനീസ് ലെറ്റേഴ്സിന്റെ മാതൃക കാണപ്പെടുന്നത്. പഠിക്കുക. 43ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാവ് നോട്ട് വോളിമെട്രിക് ഗ്ലാസ് വെയർ. താഴെ പറയുന്നതിൽ ഏതാണ് വോളിമെട്രിക് ഗ്ലാസ് വെയർ അല്ലാത്തത്, അല്ലെങ്കിൽ വോളിയം അളന്നെടുക്കാൻ കഴിയാത്ത ഗ്ലാസ് വെയർ ഏതാണെന്നാണ് PSC ചോദിച്ചിരിക്കുന്നത്. ശരിയായ ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ബീക്കേഴ്സ് ആണ്. ബീക്കേഴ്സ് നമ്മൾ എന്തിനാ ഉപയോഗിക്കുന്നത്? ഇത്ര ലിറ്റർ ആയിട്ട് അളന്നെടുക്കാനല്ല. വോളിയം ആണോ നോക്കുന്നത്? അല്ല, ഇത്ര ലിറ്റർ ആണ് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നത്? അളന്നളന്ന് മാറ്റുന്നത്. എന്നാൽ നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന പിപ്പറ്റ്, ബ്യൂററ്റ്, അല്ലെന്നുണ്ടെങ്കിൽ കോണിക്കൽ ഫ്ലാസ്ക്, ഇവയിലൊക്കെ നമുക്ക് വോളിയമാണ് എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള പിപ്പറ്റും ബ്യൂററ്റും അല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന കോണിക്കൽ ഫ്ലാസ്കിനെയൊക്കെയാണ് നമ്മൾ വോളിമെട്രിക് ഗ്ലാസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് താഴെ പറയുന്നവയിൽ നോൺ വോളിമെട്രിക് ഗ്ലാസസ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ ഉത്തരം ഏതാണ്? ബീക്കേഴ്സ് ആണ് കേട്ടോ. 44ാമത്തെ ചോദ്യം, നൈം ഓഫ് ദ RBC ഇൻക്ലൂഷൻ ബോഡി. നൈം ഓഫ് ദ RBC ഇൻക്ലൂഷൻ ബോഡി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ ഉത്തരം എന്താണ്? സിഡ്രോസൈറ്റ് ആണ് കേട്ടോ. എന്താണ്? സിഡ്രോസൈറ്റ് ആണ്, മറക്കല്ലേ. നൈം ഓഫ് ദ RBC ഇൻക്ലൂഷൻ ബോഡി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സിഡ്രോസൈറ്റ് ആണ്. പഠിക്കുക. 45ാമത്തെ ചോദ്യം, ഇൻഗ്രീഡിയൻസ് ഓൺലി ബഫി. 45ാമത്തെ ചോദ്യം, ഇൻഗ്രീഡിയൻസ് ഓഫ് ബഫി കോട്ട്. ഇൻഗ്രീഡിയൻസ് ഓഫ് ബഫി കോട്ട്. ഈ ബഫി കോട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ അത് WBC അഥവാ വൈറ്റ് ബ്ലഡ് സെൽസും അതുപോലെ തന്നെ പ്ലേറ്റ്ലെറ്റ്സും ആണ് കാണപ്പെടുന്നത് കേട്ടോ. വൈറ്റ് ബ്ലഡ് കോർപ്പർ സെൽസും പ്ലേറ്റ്ലെറ്റൂടെ അല്ലെങ്കിൽ ശ്വേതരക്താണുക്കളും അതിനോടൊപ്പം തന്നെ നമ്മുടെ പ്ലേറ്റ്ലെറ്റ്സൂടെ ചേർന്നുകൊണ്ടാണ് എന്ത് കാണപ്പെടുന്നത്? ബഫി കോട്ട്സ് കാണപ്പെടുന്നത്. പഠിക്കുക.
46-ാമത്തെ ചോദ്യം, സെലക്ട് ദ അനേറോബിക് കൾച്ചർ മീഡിയ. അതായത് അനേറോബിക് കൾച്ചർ മീഡിയ താഴെ പറയുന്നതിൽ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി RCM ആണ് കേട്ടോ. സെലക്ട് ദ അനേറോബിക് കൾച്ചർ മീഡിയ എന്ന് ചോദിച്ചാൽ RCM ആണ്. അനേറോബിക് കൾച്ചർ മീഡിയ ഏതാണ്? RCM ആണ്. 47-ാമത്തെ ചോദ്യം, സെലക്ട് ദ കെമിക്കൽ അണ്ടർ ദ എക്സ്പ്ലോസീവ് കാറ്റഗറി. അതായത് പൊട്ടിത്തെറിക്കുന്ന കാറ്റഗറിയിലുള്ള താഴെ പറയുന്ന കെമിക്കൽ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം എന്താണ്? പൈറിക് ആസിഡ്. പൈറിക് ആസിഡ് ഹൈലി എക്സ്പ്ലോസീവ് നേച്ചർ ഉള്ള ഒരു സാധനമാണ് കേട്ടോ. ശ്രദ്ധിച്ചോളണേ. സെലക്ട് ദ കെമിക്കൽ അണ്ടർ എക്സ്പ്ലോസീവ് കാറ്റഗറി എന്ന് ചോദിച്ചാൽ അത് പൈറിക് ആസിഡ് ആണ്. എന്താണ്? പൈറിക് ആസിഡ് ആണ്. പഠിക്കുക. 48-ാമത്തെ ചോദ്യം എന്തെന്ന് ചോദിച്ചാൽ ദ മാക്സിമം ഡെപ്ത് ഓഫ് സ്കിൻ വൂണ്ട് മെയ്ഡ് ബൈ ലാൻസെറ്റ്. ലാൻസെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സുഹൃത്തുക്കളെങ്കിലും കണ്ടു കാണുമായിരിക്കും. ഇങ്ങനെ ഇരിക്കും. ഇതിന് മുകളിൽ എന്തുണ്ട്? ഏറ്റവും തുമ്പിൽ ഒരു സൂചി പോലുള്ള ഭാഗമുണ്ട്. ഇത് സാധാരണ എവിടെയാണ് ഉപയോഗിക്കുന്നത് ചോദിച്ചാൽ നമ്മുടെ ഗ്ലൂക്കോസ് മീറ്ററിനകത്ത് ബ്ലഡ് ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഡയബറ്റീസ് ഒക്കെ ഉള്ളവരാണ് ഈ സാധനം കൃത്യമായിട്ട് കണ്ടു കാണുമായിരിക്കും. ആരെങ്കിലുമൊക്കെ സുഹൃത്തുക്കളെ വീട്ടിൽ കാണുമായിരിക്കും. ഈ ലാൻസെറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് സാധനം. ഇത് വെച്ചിട്ട് ഇങ്ങനെ എന്ത് ചെയ്യും? നമ്മുടെ കയ്യിലൊരു കുത്തും. ഇതിനു ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്ന ബ്ലഡ് ആണ് നമ്മൾ ഈ പറയുന്ന ഗ്ലൂക്കോസ് മീറ്ററിലോട്ട് ചെക്ക് ചെയ്യാനായിട്ട് വിടുന്നത്. അപ്പോൾ ഈ ലാൻസെറ്റ് എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കാൻ കഴിയുന്ന മാക്സിമം എത്ര താഴ്ചയിലുള്ള മുറിവ് ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ ഉത്തരം എന്താണ്? മാക്സിമം 3 mm താഴ്ചയിലുള്ള, അതായത് 3 മില്ലിമീറ്റർ വരെ താഴ്ചയിലുള്ള മുറിവാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് പെയിൻ അറിയാത്ത കേട്ടോ. കാര്യം 3 mm താഴ്ച മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് പെയിൻ അറിയത്തില്ല. പഠിക്കുക. 49-ാമത്തെ ചോദ്യം, ഇന്റർഫെറസ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ദ ആക്ഷൻ ഓഫ്. ഇന്റർഫെറസ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ദ ആക്ഷൻ ഓഫ് വാട്ട്? ഏതിന്റെ ആക്ഷൻ മൂലം എന്നാണ് ചോദിച്ചേക്കുന്നത്. ഉത്തരം എന്താണ്? വൈറസ്. അതായത് ഇന്റർഫെറസ് എന്ന് പറയുന്നത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്തിന്റെ ആക്ഷൻ മൂലമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം എന്താണ്? വൈറസിന്റെ ആക്ഷൻ മൂലമാണ്. 50-ാമത്തെ ചോദ്യം ഏറ്റവും ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. വിച്ച് ഈസ് ദ സെൽ കമ്പോണന്റ് ഈസ് നോൺ ആസ് പവർ ഹൗസ് ഓഫ് സെല്ല്. നമ്മുടെ സെല്ലിലെ അല്ലെങ്കിൽ നമ്മുടെ കോശത്തിന്റെ പവർ ഹൗസ് എന്നറിയപ്പെടുന്നത് ആരാ സുഹൃത്തുക്കളെ? ഓപ്ഷൻ ബി മൈറ്റോകോൺട്രിയ ആണ് അല്ലെ. നമ്മുടെ സെല്ലിന്റെ പവർ ഹൗസ് എന്നറിയപ്പെടുന്നത് ആരാണ്? മൈറ്റോകോൺട്രിയ ആണ്. നമ്മുടെ 51-ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. നമ്മുടെ 51-ാമത്തെ ചോദ്യം, അനീമിയ ഈസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫീച്ചേഴ്സ് ഓഫ് ആൾ പാരസൈറ്റിക്സ് ഇൻഫെക്ഷൻസ് എക്സെപ്റ്റ്. അതായത് താഴെ പറയുന്ന രോഗങ്ങളില് അനീമിയ എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാക്കാത്ത രോഗം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ്? ഫൈലേറിയാസിസ് ആണ് കേട്ടോ. 52-ാമത്തെ ചോദ്യം, ആക്ഷൻ ഓഫ് ഹെപ്പാരിൻ ടു പ്രിവെന്റ് എ ബ്ലഡ് കൊയാഗുലേഷൻ. ആക്ഷൻ ഓഫ് ഹെപ്പാരിൻ ടു പ്രിവെന്റ് എ ബ്ലഡ് കൊയാഗുലേഷൻ. അതായത് ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്നതിൽ നിന്നും എന്താണ് ബ്ലഡിന്റെ ആ ഒരു അവസ്ഥയെ മാറ്റാനായിട്ട് ഹെപ്പാരിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ അതിന്റെ ശരിയായ ഉത്തരം എന്താ സുഹൃത്തുക്കളെ? ഓപ്ഷൻ സി ആന്റി ത്രോംബിൻസ് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ത്രോംബിൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അവനാണ് നമ്മുടെ ബ്ലഡിലുള്ള എൻസൈം. എന്തിനാ ഉപയോഗിക്കുന്നത്? ബ്ലഡ് ക്ലോട്ട് ആവാനായിട്ട് അല്ലെങ്കിൽ രക്തം കട്ട പിടിക്കാനായിട്ട് രക്തത്തിൽ സഹായിക്കുന്ന എൻസൈമാണ് നമ്മൾ പറഞ്ഞു ത്രോംബിൻ എന്ന് പറയുന്ന സാധനം കേട്ടോ. ആന്റി ത്രോംബിൻ അല്ല, ത്രോംബിൻ എന്ന് പറയുന്ന സാധനം. ആ ത്രോംബിനെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് ആന്റി ത്രോംബിൻ ഉണ്ടാക്കുന്ന ജോലിയാണ് ആർക്കുള്ളത്? ഹെപ്പാരിൻ ഉള്ളത്. ഇങ്ങനെ ആന്റി ത്രോംബിൻ ഉണ്ടാക്കിക്കൊണ്ടാണ് ഹെപ്പാരിൻ എന്ത് ചെയ്യുന്നത്? നമ്മുടെ ബ്ലഡിന്റെ ക്ലോട്ടിങ് അല്ലെങ്കിൽ ബ്ലഡ് കട്ട പിടിക്കുന്നത് തടയുന്നത്. പഠിക്കുക. 53-ാമത്തെ ചോദ്യം, ജനറേഷൻ ഓഫ് ടൈം ഓഫ് മൈക്കോബാക്ടീരിയം ട്യൂബർക്യുലോസിസ് ഈസ്. അതായത് ജനറേഷൻ ടൈം ഓഫ് മൈക്കോബാക്ടീരിയം ട്യൂബർക്യുലോസിസ് ഈസ് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം 20 ദിവസമാണ് കേട്ടോ. 20 ഡേയ്സ് കൊണ്ട് എന്ത് ചെയ്യും? മൾട്ടിപ്ലൈ ആകും. പഠിക്കുക. 54-ാമത്തെ ചോദ്യം, ദ ഡൈലൂഷൻ ഓഫ് പ്രിപ്പയർഡ് ബൈ RBC പിപ്പറ്റ്. ദ ഡൈലൂഷൻ ഓഫ് പ്രിപ്പയർഡ് ബൈ RBC പിപ്പറ്റ്. ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ്? 1/100 or 1/200 ആണ് കേട്ടോ. രണ്ടും ഉപയോഗിക്കാം. അപ്പൊ ഡൈലൂഷൻ പ്രിപ്പയർഡ് ബൈ RBC പിപ്പറ്റ് എത്താണ്? 1/100 അല്ലെങ്കിൽ 1/200 ആണ്. പഠിക്കുക. 55-ാമത്തെ ചോദ്യം, ബെസ്റ്റ് മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസിംഗ് പ്ലാസ്റ്റിക് സിറിഞ്ച്. പ്ലാസ്റ്റിക് സിറിഞ്ചസിന്റെ ഏറ്റവും ബെസ്റ്റ് സ്റ്റെറിലൈസിംഗ് മെത്തേഡ്. സ്റ്റെറിലൈസിംഗ് എന്ന് വെച്ചാൽ എന്താണ്? അണുവിമുക്തമാക്കുന്ന രീതി ഏതെന്നാണ് PSC ചോദിച്ചിരിക്കുന്നത്. ശരിയായ ഉത്തരം എന്താണ്? റേഡിയേഷൻ ആണ് കേട്ടോ. മിക്ക ഉള്ളവരും ചെന്ന് വീഴുന്നത് ഈ ഹോട്ട് എയർ ഓവൺ ആണ്.
ആണ്. ഇതല്ല ശരിയായിട്ടുള്ള ഉത്തരം. 55ന്റെ ശരിയായ ഉത്തരം എന്താ സുഹൃത്തുക്കളെ? സി ആണ്. അപ്പോ ബെസ്റ്റ് മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസിങ് പ്ലാസ്റ്റിക് സിറിഞ്ചിനെ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ്? റേഡിയേഷൻ ഉപയോഗിച്ചാണ്. പഠിക്കുക, ഏത് ഉപയോഗിച്ചാണ്? റേഡിയേഷൻ ഉപയോഗിച്ചാണ്. 56ാമത്തെ ചോദ്യം, ലുംബാർ പഞ്ചർ സൈറ്റ് ഇൻ അഡൽട്സ്. ലുംബാർ പഞ്ചർ സൈറ്റ് ഇൻ അഡൽട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ സി L3ക്കും L4നും ഇടയ്ക്കാണ്. L3ക്കും L4നും ഇടയിൽ എന്നാണ്. 57ാമത്തെ ചോദ്യം, കേഴ്സറ്റീവ് ഏജന്റ് ഓഫ് എൻഡറിക് ഫീവർ. എൻഡറിക് ഫീവറിന് കാരണമായിട്ടുള്ള ഏജന്റ് ഏതെന്നാണ് PSC ചോദിച്ചിരിക്കുന്നത്. ശരിയായിട്ടുള്ള ഉത്തരം ഏതാ സുഹൃത്തുക്കളെ? 57 ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി സാൽമോണല്ലയാണ് കേട്ടോ. സാൽമോണല്ല കാരണമാണ് എൻഡറിക് ഫീവർ ഉണ്ടാവുന്നത്. 58ാമത്തെ ചോദ്യം, ലൂക്കോസൈറ്റ്സ് പ്രസന്റ് ഇൻ നോർമൽ CSF. അതായത് ലൂക്കോസൈറ്റ്സ് പ്രസന്റ് ഇൻ നോർമൽ CSF ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ ഉത്തരം ഏതാണ്? ലിംഫോസൈറ്റ് ആണ് കേട്ടോ. അതായത് നമ്മുടെ സെറിബൽ സ്പൈനൽ ഫ്ലൂയിഡിനകത്ത് കാണപ്പെടുന്ന ലൂക്കോസൈറ്റ് എന്ന് ചോദിച്ചാൽ അത് ലിംഫോസൈറ്റ് ആണ്. നമ്മുടെ സെറിബൽ സ്പൈനൽ ഫ്ലൂയിഡില് സാധാരണ കാണപ്പെടുന്ന ലൂക്കോസൈറ്റ്സ് എന്ന് ചോദിച്ചാൽ അത് ലിംഫോസൈറ്റ് ആണ്, മറക്കരുത്. 59ാമത്തെ ചോദ്യം, മോസ്റ്റ് ആക്യുറേറ്റ് ഹീമോഗ്ലോബിൻ എസ്റ്റിമേഷൻ മെത്തേഡ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മോസ്റ്റ് ആക്യുറേറ്റ് ഹീമോഗ്ലോബിൻ എസ്റ്റിമേഷൻ മെത്തേഡ്. ഹീമോഗ്ലോബിനെ എസ്റ്റിമേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എത്രയുണ്ടെന്ന് കണ്ടെത്തുന്ന ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള ടെസ്റ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം എന്താണ്? ഡ്രപ്കിൻസ് മെത്തേഡ് ആണ് കേട്ടോ. എന്താണ്? ഡ്രപ്കിൻസ് മെത്തേഡ് ആണ്. അപ്പോ മോസ്റ്റ് ആക്യുറേറ്റ് ഹീമോഗ്ലോബിൻ എസ്റ്റിമേഷൻ മെത്തേഡ് ഏതാ സുഹൃത്തുക്കളെ? ഡ്രപ്കിൻസ് മെത്തേഡ് ആണ്. എന്താണ്? ഡ്രപ്കിൻസ് മെത്തേഡ് ആണ്. 60ാമത്തെ ചോദ്യം, ബുള്ളറ്റ് ഷേപ്ഡ് വൈറസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നല്ലൊരു ചോദ്യമാണ്. ബുള്ളറ്റ് ഷേപ്ഡ് വൈറസ് എന്നാണ് ശരിയായ ഉത്തരം ഓപ്ഷൻ എ റാബീസ് ആണ് കേട്ടോ. പഠിച്ചോളണേ. ബുള്ളറ്റ് ഷേപ്ഡ് വൈറസ് എന്ന് ചോദിച്ചാല് നമ്മുടെ റാബീസ് വൈറസ് ആണ്. കണ്ടോ റാബീസ് വൈറസ് ഇരിക്കുന്നത്? ഒരു ബുള്ളറ്റിന്റെ ഷേപ്പ് അല്ലേ? അപ്പൊ ബുള്ളറ്റ് ഷേപ്ഡ് വൈറസ് എന്നറിയപ്പെടുന്നത് ഏതാണ്? റാബീസ് വൈറസ് ആണ്. ബുള്ളറ്റ് ഷേപ്ഡ് വൈറസ് ഏതാണ്? റാബീസ് വൈറസ് ആണ്. 62, ദ കേഴ്സീവ് ഏജന്റ് ഓഫ് ബേസിലറി ഡിസെൻട്രി. ബേസിലറി ഡിസെൻട്രിക്ക് കാരണമായിട്ടുള്ള കാരണം എന്ത് എന്നാണ് ചോദിച്ചത്, അല്ലെങ്കിൽ കാരണമായിട്ടുള്ളത് ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. ശരിയായ ഉത്തരം എന്താണ്? ഷിഗല്ലയാണ് കേട്ടോ. പഠിച്ചോളണേ. ദ കേഴ്സീവ് ഏജന്റ് ഓഫ് എന്താണ്? ബൈസിലറി ഡിസെൻട്രിക്ക് കാരണം എന്ന് ചോദിച്ചാൽ അത് ഷിഗല്ലയാണ്. 63ാമത്തെ ചോദ്യം, ക്യുക്ക് 1 സ്റ്റേജ് മെത്തേഡ് ഈസ് യൂസ്ഡ് ടു ഡിറ്റക്ട്. ക്യുക്ക് 1 സ്റ്റേജ് മെത്തേഡ് ഈസ് യൂസ്ഡ് ടു ഡിറ്റക്ട് അല്ലെങ്കിൽ ക്യുക്ക് 1 സ്റ്റേജ് എന്ന് പറയുന്ന മെത്തേഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അത് പ്രോത്രോംബിന്റെ ടൈം കണ്ടെത്താനാണ് കേട്ടോ. പ്രോത്രോംബിൻ ടൈം നിർണ്ണയിക്കാൻ വേണ്ടിയിട്ടാണ് ക്യുക്ക് 1 സ്റ്റേജ് മെത്തേഡ് യൂസ് ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ 64ാമത്തെ ചോദ്യം, നെയിം ഓഫ് ദ ടെസ്റ്റ് യൂസ്ഡ് ടു ഡിറ്റക്ട് യൂറിൻ യൂറോബിലിനോജൻ. അതായത് യൂറിനിലെ യൂറോബിലിനോജനെ കണ്ടെത്തുന്നതിനുള്ള ടെസ്റ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 64ന്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, എൻറിച്ച് ടെസ്റ്റ്. എന്താണ്? എൻറിച്ചിൽ ടെസ്റ്റ് എന്നാണ്. എന്താണ്? എൻറിച്ചിൽ ടെസ്റ്റ്. നെയിം ദ ടെസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് കിബ്രി ബൗർ മെത്തേഡ്. കിബ്രി ബൗർ മെത്തേഡുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഏത് ടെസ്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 65ന്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ABST ടെസ്റ്റ് ആണ് കേട്ടോ. 66ാമത്തെ ചോദ്യം, ആൽബർട്ട് സ്റ്റെയിനിങ് ഈസ് യൂസ്ഡ് ടു ഡിറ്റക്ട്. ആൽബർട്ട് സ്റ്റെയിനിങ് ഈസ് യൂസ്ഡ് ടു ഡിറ്റക്ട്. അതായത് ആൽബർട്ട് സ്റ്റെയിനിങ് എന്ന് പറയുന്നത് എന്തിനെ ഡിറ്റക്ട് ചെയ്യുന്നതിനാണ് ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഠിക്കുക ഓപ്ഷൻ ഡി മെറ്റാക്രോമാറ്റിക് ഗ്രാന്യൂൾസിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ, അല്ലെങ്കിൽ ഡിറ്റക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. 67ാമത്തെ ചോദ്യം, ഓസ്മോട്ടിക് ഫ്രെജിലിറ്റി ഓഫ് RBC ഈസ് ഇൻക്രീസ്ഡ്. ഓസ്മോട്ടിക് ഫ്രെജിലിറ്റി ഓഫ് RBC ഈസ് ഇൻക്രീസ്ഡ്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഹെറിഡിറ്ററി സ്പെറോസൈറ്റോസിസ് ആണ് കേട്ടോ. 68ാമത്തെ ചോദ്യം, വിച്ച് ഈസ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് ഇൻ കേസ് ഓഫ് വൈറസ്. വൈറസിലെ താഴെ പറയുന്ന ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ശരി, റൈബോസോം ആർ ആബ്സെന്റ്. റൈബോസോം എന്തിൽ കാണത്തില്ല? നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന വൈറസസിനകത്ത് കാണത്തില്ല കേട്ടോ. അത് മാത്രമാണ് ശരിയായിട്ടുള്ളത്. 69ാമത്തെ ചോദ്യം, സെലക്ട് ദ അഗ്ലൂട്ടിനേഷൻ റിയാക്ഷൻ. സെലക്ട് ദ അഗ്ലൂട്ടിനേഷൻ റിയാക്ഷൻ. ഓപ്ഷൻ എ ആയിട്ടുള്ള വൈഡൽ ടെസ്റ്റ് ആണ് എന്തെന്ന് പറയുന്നത്. അഗ്ലൂട്ടിനേഷൻ റിയാക്ഷൻ കാണിക്കുന്നത് വൈഡൽ ടെസ്റ്റിലാണ്. സെലക്ട് ദ അഗ്ലൂട്ടിനേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വൈഡൽ ടെസ്റ്റ് ആണ്. ഓപ്ഷൻ എ വൈഡൽ ടെസ്റ്റ് ആണ്. 70ാമത്തെ ചോദ്യം, ഫോളോയിങ് ആർ റൊമനോസ്കി സ്റ്റെയിൻ എക്സെപ്റ്റ്. അതായത് റൊമനോസ്കി അല്ലാത്തത് ഏത് താഴെ പറയുന്നതിൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായിട്ടുള്ള ഉത്തരം ഏത് ചോദിച്ചാൽ ഓപ്ഷൻ സി ഗ്രെയിൻ സ്റ്റെയിൻ ആണ് കേട്ടോ. എന്താണ്? ഗ്രെയിൻസ് സ്റ്റെയിൻ ആണ്. 71ാമത്തെ ചോദ്യം, എ സ്പെക്ട്രോഫോട്ടോമീറ്റർ കണ്ടെയ്ൻസ് ആൾ ദ കമ്പോണൻസ് ഓഫ്
കലോറിമീറ്റർ എക്സെപ്റ്റ്, അതായത് ഒരു സ്പെക്ട്രോ ഫോട്ടോമീറ്ററിനകത്തുള്ള കലോറിമീറ്റർ ഒഴികെയുള്ള അല്ലെങ്കിൽ കലോറിമീറ്റർ ഇല്ലാത്ത എന്തുണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ശരിയായ ഉത്തരം എന്താണ്? ഒരു ഫിൽറ്റർ ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ. ബ്ലൂ പസ് പ്രൊഡ്യൂസിങ് ബാക്ടീരിയ, അതായത് നീല നിറത്തിലുള്ള പഴുപ്പില്ലേ, പസ് എന്ന് വെച്ചാൽ പഴുപ്പ് കേട്ടോ, ഈ പഴുപ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ബാക്ടീരിയ ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. ശരിയായ ഉത്തരം ഏതാണ്? സ്വീഡോമോണസ് ബാക്ടീരിയസ് ആണ് കേട്ടോ. ബ്ലൂ പസ് പ്രൊഡ്യൂസിങ് ബാക്ടീരിയ എന്ന് ചോദിച്ചാൽ അത് സ്വീഡോമോണസ് ആണ്. പഠിക്കുക, ഏതാണ്? സ്വീഡോമോണസ് ആണ്. 73ാമത്തെ ചോദ്യം, വിച്ച് ഈസ് ദ സ്പെസിഫിക് മെത്തേഡ് ഫോർ ബ്ലഡ് ഷുഗർ എസ്റ്റിമേഷൻ? ഓൾറെഡി പിന്നെയും വന്നിരിക്കുന്നു. വിച്ച് ഈസ് ദ സ്പെസിഫിക് മെത്തേഡ് ഫോർ ബ്ലഡ് ഷുഗർ എസ്റ്റിമേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. 73ന്റെ ആൻസർ ഓപ്ഷൻ സി, ഓക്സിഡൈസ്ഡ് പെറോക്സൈഡ് മെത്തേഡ് ആണ് കേട്ടോ. മറ്റൊരു മെത്തേഡ് ആണ് പറഞ്ഞിരിക്കുന്നത്. വിച്ച് ഈസ് ദ സ്പെസിഫൈ മെത്തേഡ് ഫോർ ബ്ലഡ് ഷുഗർ എസ്റ്റിമേഷൻ ഏതാണ്? ഓക്സിഡൈസ്ഡ് പെറോക്സൈഡ് മെത്തേഡ് ആണ്. 74ാമത്തെ ചോദ്യം, സെലക്ട് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ. താഴെ പറയുന്ന ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ ഉത്തരം നെയ്സേറിയയാണ് കേട്ടോ. എന്താണ്? നെയ്സേറിയയാണ്. പഠിക്കുക. സെലക്ട് ദ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ഏതാണ്? നെയ്സേറിയയാണ്. 75ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ബ്ലഡ് പാരസിറ്റിക് ഇൻഫെക്ഷൻ? താഴെ പറയുന്നതിൽ ബ്ലഡ് പാരസിറ്റിക് ഇൻഫെക്ഷൻ ഏതാണ് എന്നാണ് PSC ചോദിച്ചിരിക്കുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഫൈലേറിയാസിസ് ആണ് കേട്ടോ. 76ാമത്തെ ചോദ്യം, ബാക്ടീരിയ പ്രൊഡ്യൂസ്ഡ് സ്വാമിംഗ് ഗ്രോത്ത് ഓൺ സോളിഡ് മീഡിയ അറിയപ്പെടുന്ന പേര് എന്താണെന്നാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, പ്രോട്ടിയസ് എന്നാണ് കേട്ടോ. ബാക്ടീരിയ പ്രൊഡ്യൂസ്ഡ് സ്വാമിംഗ് ഗ്രോത്ത് ഓൺ സോളിഡ് മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രോട്ടിയസ് എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ്? പ്രോട്ടിയസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 77ാമത്തെ ചോദ്യം, ANA ടെസ്റ്റ് ഈസ് യൂസ്ഡ് ടു ഡിറ്റക്ട്. ANA ടെസ്റ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത്, എന്തിനെ കണ്ടെത്താനാണ് ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഠിക്കുക, അത് LE സെല്ലിനെ കണ്ടുപിടിക്കാനാണ്. LE സെല്ലിനെ കണ്ടുപിടിക്കാനാണ് ANA ടെസ്റ്റ് ഉപയോഗിക്കുന്നത്. 78ാമത്തെ ചോദ്യം പഠിക്കാം. ക്രോസ് ഇൻഫെക്ഷൻസ് ഒക്കേഴ്സ് ഇൻ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ക്രോസ് ഇൻഫെക്ഷൻ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ ഉത്തരം നോസോകോമിയൽ ഡിസീസ് എന്നാണ്. എന്താണ്? നോസോകോമിയൽ ഡിസീസസ് ആണ്. അപ്പോ ക്രോസ് ഇൻഫെക്ഷൻ ഒക്കേഴ്സ് ഇൻ ഹോസ്പിറ്റൽ ഏതാണ്? നോസോകോമിയൽ ഡിസീസസ് ആണ്. പഠിക്കുക.